പുരോഗമനം, പുതുയുഗം, കാലം എന്നൊക്കെ പറയുമെങ്കിലും 13-ാം നമ്പറിന്റെ ശനിദശ ഒഴിയുന്നില്ല. 1ഉം 2ഉം പിണറായി സർക്കാരിൽ മന്ത്രിമാർ കാരൻ ഉപയോഗിച്ച 13-ാം നമ്പർ വി.ഡി. സതീശൻ സർക്കാരിലെ മന്ത്രിമാരിൽ ആർക്കും വേണ്ടെന്ന് റിപ്പോർട്ട്. 13-ാം നമ്പർ അത്ര മോശം നമ്പറാണോ? ആണെന്നും അല്ലെന്നുമാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സാമാജികരും മന്ത്രിമാരും പറയുന്നത്. തിങ്കളാഴ്ച പുതിയ മന്ത്രിസഭാധികാരമേറ്റ് മന്ത്രിമാരുടെ ഔദ്യോഗിക വാഹനങ്ങൾക്കെല്ലാം നമ്പറായെങ്കിലും 13-ാം നമ്പർ കാർ ആരും എടുത്തിട്ടില്ല. ആരും ഈ നമ്പർ ആവശ്യപ്പെടാത്തത് കൊണ്ട് 13-ാം നമ്പർ കാറുമില്ല. 13 എന്ന അക്കം അശുഭസംഖ്യ എന്ന് വിശ്വസിച്ചാണ് കാർ വേണ്ടെന്ന് വെക്കുന്നത്. പൊതുവേ 13 എന്നത് ലോകമെമ്പാടും ഒരു നിർഭാഗ്യ നമ്പരായിട്ടാണ് പലരും കാണുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ രാഷ്ട്രീയക്കാർക്കിടയിൽ ഈ പേടി ശക്തമാകാൻ ചില കാരണങ്ങളുണ്ട്. ചില മുൻ സർക്കാരുകളിലെ ചിലർ രാജിവെക്കേണ്ടി വന്നത്, പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനൊക്കെ കാരണം ഈ 13 എന്ന വില്ലനാണെന്നാണ് വിശ്വാസം. കഴിഞ്ഞ സർക്കാരിൽ കൃഷിമന്ത്രി പി പ്രസാദാണ് 13-ാം നമ്പർ കാർ ഉപയോഗിച്ചത്. 1ാം പിണറായി സർക്കാരിൽ ധനമന്ത്രി തോമസ് ഐസക്കാണ് ഈ നമ്പർ ആവശ്യപ്പെട്ടത്. ടൂറിസം വകുപ്പാണ് മന്ത്രിമാർക്ക് കാർ അനുവദിക്കുന്നത്. കീഴ്വഴക്കം അനുസരിച്ച് കഴിഞ്ഞ സർക്കാർ ഉപയോഗിച്ച കാറുകൾ ഒരുക്കി നൽകുകയാണ് പതിവ്. ഇത്തവണ മന്ത്രിമാരിൽ പലരും 13-ാം നമ്പർ വേണ്ടെന്ന് അധികൃതരെ നേരത്തെ തന്നെ അറിയിച്ചതായാണ് വിവരം. ഇനി ആരെങ്കിലും 13-ാം നമ്പർ കാർ ആവശ്യപ്പെട്ടു വരുമോ എന്ന് കാത്തിരിപ്പിലായിരുന്നു അധികൃതർ. മന്ത്രിമാർ ആവശ്യപ്പെടുന്ന നമ്പർ നൽകുന്നതാണ് പതിവ്. ഷിബു ബേബി ജോൺ കാറിന് 71-ാം നമ്പറാണ് ആവശ്യപ്പെട്ടത്. ജനീഷ് ആവശ്യപ്പെട്ടതാകട്ടെ 10-ാം നമ്പർ. രമേശ് ചെന്നിത്തല 21-ാം നമ്പറാണ് ആവശ്യപ്പെട്ടത്. പിണറായി സർക്കാരിന് തൊട്ടു മുമ്പുള്ള ഉമ്മൻചാണ്ടി സർക്കാരിലും ആരും തന്നെ 13-ാം നമ്പർ ഉപയോഗിച്ചിട്ടില്ല. VS സർക്കാരിൽ MA ബേബിയാണ് 13-ാം നമ്പർ ചോദിച്ചു വാങ്ങിയത്. സമാന സാഹചര്യമാണ് 13-ാം നമ്പർ MLA ഹോസ്റ്റൽ മുറിക്കുമുള്ളത്. തിരുവനന്തപുരം നിള ബ്ലോക്കിലെ 13-ാം നമ്പർ മുറിയിൽ താമസിക്കുന്ന MLA മാർ പിന്നീട് ജയിച്ചു വരില്ല എന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും ഈ മുറി തെരഞ്ഞെടുത്തിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലമായി 13-ാം നമ്പർ മുറിയിൽ എല്ലാ അന്ധവിശ്വാസങ്ങളെ തള്ളിക്കളഞ്ഞ് താമസിക്കുകയാണ് പാറശാല MLA CK ഹരീന്ദ്രൻ. സീനിയർ MLA എന്ന നിലയ്ക്ക് കുറച്ചുകൂടി നല്ല മുറിക്ക് അർഹതയുണ്ടായിരുന്നുവെങ്കിലും ഇത് തന്നെ തെരഞ്ഞെടുക്കുകയായിരുന്നു CK ഹരീന്ദ്രൻ. ഇനിയൊരു സ്വകാര്യം പറയാം. ഇപ്പോൾ അധികാരത്തിലുള്ളത് കേരളത്തിൻ്റെ 13-ാമത് മന്ത്രിസഭയാണ്. യേശുവിൻ്റെ അവസാന അത്താഴത്തിൽ പങ്കെടുത്ത 13-ാമത്തെ ആളായ യൂദാസാണ് യേശുവിനെ ഒറ്റിക്കൊടുത്തത് എന്ന ബൈബിൾ പശ്ചാത്തലമാണ് ഈ അന്ധവിശ്വാസത്തിന് പിന്നിലുള്ള പ്രധാന കാരണമെന്ന് ചിലർ പറയുന്നു. 13 എന്ന നമ്പറിൻ്റെ ഗതികേട് കണ്ടില്ലേ? കമ്മ്യൂണിസ്റ്റ് പ്രതിപക്ഷത്തിന് ആശയ്ക്ക് വകയുണ്ടോ? കണ്ടറിയാം. അപ്പോൾ പിന്നെ വിശ്വാസം അതല്ലേ എല്ലാം.